ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഇൻ്റഗ്രൽ -π/2 ടു π/2 സൈൻ റേസ് ടു 5x. നമുക്കറിയാം ഏതൊരു ക്വസ്റ്റ്യനകത്തും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒരുപോലെ വന്നാൽ നമുക്ക് കൊടുക്കേണ്ട പ്രോപ്പർട്ടി ഏതാ? ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു -a to a f of x dx എന്ന് പറയുന്നത് അല്ലേ? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒരുപോലെ വന്നാൽ -a to a f of x dx. ദെൻ ആൻസർ ഈസ് 0 ഇഫ് എന്താ പഠിച്ചേക്കണേ? f of -x എന്ന് പറഞ്ഞാൽ -fx ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0 ആ ഒരു പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ഉള്ളതാണ്. അത് ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? f of x എന്ന് എടുത്ത് എഴുതി. ഇൻ്റഗ്രൽ പോലും ഇല്ല അവിടെ. അപ്പോൾ f of x നമ്മൾ എടുത്തെഴുതി. ഇനി എക്സിന് പകരം എന്ത് കൊടുക്കണം? -x. അപ്പോൾ f of -x എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ റേസ് ടു 5. ഈ എക്സിൻ്റെ സ്ഥാനത്ത് -x കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ഏത് നമ്പറിനകത്തും ഇവിടെ ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം സൈൻ -x എന്ന് പറഞ്ഞാൽ -sin x ആണ്. -sin x ആണ്. ദ ഓൾ റേസ് ടു 5 വരും. അപ്പോൾ നമ്മൾ മൈനസ് ഓഡ് നമ്പർ ആയതുകൊണ്ട് മൈനസ് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ സൈൻ റേസ് ടു 5x വരും. ഇതൊന്നും നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. f of x എഴുതുക. എക്സിന് നമ്മൾ -x കൊടുക്കുക. വെറുതെ ഈ മൈനസ് പുറത്തെടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ അങ്ങ് കൊടുത്താലും മതി. കാരണം നമുക്കറിയാം സ്റ്റെപ്പ് അവിടെ ഇല്ല. ഒരു സ്റ്റെപ്പ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒഴിവാക്കാം. കാരണം സൈൻ -x എന്ന് പറഞ്ഞാൽ -sin x ആണ്. ഈ -sin x-ൻ്റെ പവറായിട്ട് ഓഡ് നമ്പറാണ് വരുന്നത്. അപ്പോൾ അത് ഓൾറെഡി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഏതൊരു നെഗറ്റീവ് നമ്പറിൻ്റെയും പവർ ഓടാണെങ്കിൽ ആൻസർ ഈസ് നെഗറ്റീവാണ് വരുള്ളൂ അല്ലേ? അപ്പോൾ നെഗറ്റീവ് നമ്പറേ വരുള്ളൂ. അപ്പോൾ ഈ -sin x-ൻ്റെ പവർ എന്താ? ഓടല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് -sin റേസ് ടു 5x വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -fx ആണ്. അപ്പോൾ ആൻസർ f of -x എന്താണ്? -fx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു f of x ഈസ് ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി? ആൻസർ ഈസ് 0. വളരെ സിമ്പിളാണ്. ഇതുപോലത്തെ ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻ നമ്മൾ L1-ലും L2-ലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കാം -π/2 ടു π/2 ആണ് എക്സാമ്പിൾ. ഇതുപോലെ ഏത് വേണമെങ്കിലും ചോദിക്കാം. s³ tan raised to 4x dx. ഇവിടെയും വെറുതെ നമ്മൾ കൊടുത്താൽ മതി. f of x-ന് ഇത് കൊടുക്കുക. എന്നിട്ട് എന്താണ്? എക്സിന് പകരം മൈനസ് കൊടുക്കുക. അപ്പോൾ വെറുതെ മൈനസ് പുറത്തേക്ക് എടുക്കുക. ക്വസ്റ്റ്യൻ എഴുതുക. ദെൻ പ്രോപ്പർട്ടി ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക. ദെൻ i is equal to എന്ത് വരും? 0 എഴുതുക. ഈ ഒരു മോഡൽ എല്ലാ ക്വസ്റ്റ്യനകത്തും ആൻസർ എപ്പോഴും എന്തായിരിക്കും? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അത് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻസർ എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഈ ഒരു റൂള് നമ്മൾ ശരിക്കും പഠിച്ചാൽ അതേ മോഡൽ ക്വസ്റ്റ്യൻ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേഷനകത്ത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് -1 to 2 mod s³ - x dx. ഇതിന് നമ്മൾ ഇഷ്ടമാതിരി പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. 0 to 2 mod x - 2. അതിൻ്റെ എല്ലാം ഒരു ചെറിയ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു പ്രോബ്ലം അത്രയേ ഉള്ളൂ. മോഡുലസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ പഠിച്ചേക്കണേ? മോഡുലസിനകത്ത് ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ആദ്യം ഫസ്റ്റ് അത് ഈക്വൽ ടു 0 കൊടുക്കുക. അതായത് മോഡുലസിനകത്ത് ചെറിയ പ്രോബ്ലം ആയിക്കോട്ടെ വലിയ പ്രോബ്ലം ആയിക്കോട്ടെ ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആ മോഡുലസിനകത്തുള്ളത് 0 കൊടുക്കണം. അപ്പോൾ ഇവിടെ ഏത് 0 കൊടുക്കണം മക്കളെ? s³ - x = 0 കൊടുക്കണം. അതിനകത്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇതിനകത്തൊരു എക്സ് കോമൺ എടുക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു s² വരും. ഇതൊരു -1 വരും. = 0 വരും. അപ്പോൾ നമുക്ക് x0 കൊടുക്കുമ്പോൾ ഒരു വാല്യൂ ഇത് 0 കൊടുക്കാം. പിന്നെ ഇതും 0 വരും. അപ്പോൾ x0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ 0 കിട്ടും. ഇനി അടുത്തത് ഏത് 0 കൊടുക്കണം? നമുക്കറിയാം a × b = 0 വന്നു കഴിഞ്ഞാൽ എയും 0 കൊടുക്കാം, ബിയും നമുക്ക് 0 കൊടുക്കാം അല്ലേ? അപ്പോൾ ആദ്യത്തെ എക്സ് നമ്മൾ 0 കൊടുത്ത് എക്സിൻ്റെ വാല്യൂ 0 ഒരു വാല്യൂ നമുക്ക് കിട്ടി. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? ഈ s² - 1 = 0 കൊടുക്കണം. s² - 1 0 ആണെങ്കിൽ x² = 1 വരും. ഈ -1നെ നേരെ ഇപ്പുറത്തേക്ക് മാറ്റി നമ്മൾ. അപ്പോൾ നമ്മൾ s² = 1 കിട്ടി. ഇനി x എന്ത് വരും? അവിടെ +or-1 വരും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് ഏതൊക്കെ വാല്യൂ ആയി? എക്സിന് ഒരു വാല്യൂ -1 ആയി, 1 ആയി. അപ്പോൾ നിലവിൽ നമുക്ക് എത്ര വാല്യൂ എക്സിനായി? ഒരു വാല്യൂ 0 ആയി. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 0,
അപ്പോൾ അടുത്തത് -1, അടുത്തത് 1 വരും. 3 വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഇൻ്റർവെൽ ഒന്ന് ഫോം ചെയ്യണം. ഏതൊക്കെയായിരിക്കും അതിനകത്ത് ഇൻ്റർവെൽ തന്നെ? ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതാ? -1 അല്ലേ? അപ്പോൾ ഏറ്റവും ചെറുത് വരുന്ന -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഒരു ഇൻ്റർവെൽ വരും. പിന്നെ നമുക്ക് വലുത് തന്നെ 0 മുതൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഒരു ഇൻ്റർവെൽ വരും. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഇൻ്റർവെൽ ഏതാണെന്ന് അങ്ങനെ 2 അല്ലേ? അപ്പോൾ അടുത്ത ഇൻ്റർവെൽ എങ്ങനെ വരും? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. നമുക്കിവിടെ 3 ഇൻ്റർവെൽസ് കിട്ടും. ഏതൊക്കെയാണ്? ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നമ്മൾ നോക്കണം. അത് -1. അപ്പോൾ ആ -1 മുതൽ 0 വരെയുള്ള ഒരു ഫംഗ്ഷൻ, പിന്നെ 0 മുതൽ 1 വരെയുള്ള സെക്കൻഡ് ഫംഗ്ഷൻ, പിന്നെ ഏതാണ്? 1ൽ നിന്ന് ലാസ്റ്റ് തീരണ ഏതാണ്? 2. 1 മുതൽ 2 വരെയുള്ള തേർഡ് ഫംഗ്ഷൻ. 3 ഫംഗ്ഷനാണ് നമുക്കിവിടെ ഇൻ്റർവെല്ലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വരുന്നത്. നമ്മൾ ഈ വാല്യൂസ് ലിമിറ്റ് എല്ലാം നമുക്കിടെ ക്വസ്റ്റിനിലേക്ക് കൊടുക്കണം. അപ്പോൾ therefore I is equal to ഫസ്റ്റ് ലിമിറ്റ് ഏതാ മക്കളെ കിട്ടിയേ? -1 to 0. -1 to 0 വരുമ്പോൾ നമ്മൾ എസ് മോഡുലസിനകത്ത് കിടക്കുന്നത് പോസിറ്റീവ് വരും. s³ -1 x ഇൻറ്റു dx വരും. പ്ലസ് ഇനി നമ്മുടെ അടുത്ത ലിമിറ്റ് ഏതാ? മൈനസ് ഈ 0 ആണ് ഇവിടെ വരുന്നുണ്ട്. 0 ടു അടുത്ത ലിമിറ്റ് കിട്ടിയേക്കണം 1. അപ്പോൾ എന്താണ്? -s³ മൈനസ് എക്സ് dx വരും. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണിത്. ഇനി അടുത്ത നമ്പർ എന്താണ്? ഇവിടെ വന്നേക്കുന്ന നമ്പർ 1. അടുത്ത ലിമിറ്റ് 1 to 2 വരുമ്പോൾ ഇത് പോസിറ്റീവ് s³ മൈനസ് എക്സ് dx വരും. ഇനി ഇതിനെ നമ്മൾ ഓരോന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പോൾ ഇവിടെ വാല്യൂ വരുമ്പോൾ അവിടെ ഈ ഒരു സ്റ്റെപ്പിനകത്ത് നമുക്ക് ഈ മൈനസിന് വേണമെങ്കിൽ നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ നെഗറ്റീവ് വേണമെങ്കിൽ പുറത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ s³ ഇൻ്റഗ്രൽ എന്നാ? x⁴/4 വരും. മൈനസ് x⁻1ൻ്റെ ഇൻ്റഗ്രൽ എന്നാ? s² / 2 വരും. അപ്പോൾ അപ്പർ ലിമിറ്റ് -1 to 0 കൊടുക്കാം. ദെൻ ഈ മൈനസ് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഇടാം. അപ്പോൾ ഇവിടെ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ മൈനസിനെ നമുക്ക് കളയാം. എങ്ങനെയാണ്? ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ 0യും 1ഉം ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കാം, മൈനസിനെ നമ്മൾ അവിടെ കളഞ്ഞു കേട്ടോ. s³ ഇൻ്റഗ്രൽ വീണ്ടും നമുക്കറിയാം x⁻4/4. ഈ മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ s² / 2. അപ്പം നമ്മൾ ഈ മൈനസ് ഇവിടെ കിടപ്പില്ലേ? ഈ മൈനസ് അവിടെ ഇടാം, ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം, നമുക്ക് ആ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ ഈ മൈനസിനെ നമ്മൾ കളഞ്ഞ സ്ഥിതിക്ക് ഈ 0 മുകളിലും ഈ 1 താഴെയും എഴുതിയാൽ മതി. പ്രോപ്പർട്ടി അനുസരിച്ച് നെഗറ്റീവ് സൈനെ കളയാൻ വേണ്ടിയിട്ട് ഈ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ മൈനസിനെ കളയാൻ വേണ്ടി എന്താ ചെയ്തത്? ഈ 0 മുകളിൽ എഴുതി, ഈ 1 താഴെ എഴുതി. അപ്പോൾ 1 to 0 ആക്കി എഴുതുന്നത് മാത്രം. ഏതൊരു പ്രോബ്ലത്തിനകത്തും നെഗറ്റീവ് കളയാൻ വേണ്ടി ലിമിറ്റ് ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. മൊത്തത്തിൽ വരുന്ന കോമൺ ലിമിറ്റ് ആണെങ്കിൽ ദെൻ അടുത്ത പ്ലസ് എഴുതി. s³ വീണ്ടും ഒരേ ഇൻ്റർവെല്ലാണ്. s³ x⁻4/4 ആയി. ദെൻ മൈനസ് എക്സിൻ്റെ s² / 2 ആയി. അവിടെയും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ 0 അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കണം. 0 കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? ഇത് 0 ആയി പോവില്ലേ? 0⁻4 0, 0² 0. അപ്പോൾ ഒറ്റ 0 അങ്ങ് ഇട്ടാൽ മതി. പിന്നെ അത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ മൈനസ് അപ്പർ കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ് ഇവിടെ കൊടുക്കണം. ദെൻ അടുത്ത ആൻസർ കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഇടാൻ മറന്നു വരുന്നത്. അപ്പോൾ -1⁴/4 വരും. ഈ -1 ഇവിടെ കൊടുക്കുമ്പോൾ -1² / 2 വരും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്തൊരു കുഴപ്പമില്ല. പ്ലസ് ഈ 0 കൊടുക്കും, ഇത് ഈ ടൈം ഫുള്ള് 0 ആയി പോലും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഈ 1 കൊടുത്തേ, അപ്പം -1/4 വരും. 1⁻4 1 എഴുതിയാൽ മതി. 1² ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 വരും. ഇങ്ങനെ 1² 1⁻4 എന്ന് എഴുതൊന്നും വേണ്ട കേട്ടോ. ഒരെണ്ണം ജസ്റ്റ് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ 2 കൊടുക്കണം. അപ്പം പ്ലസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2⁻4/4. ഇനി ഇവിടെ കൊടുക്കുമ്പോൾ -2² / 2. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2⁻4/4 അങ്ങനെ തന്നെ എഴുതി. ഇത് കൊടുക്കുമ്പോൾ 2² / 2 അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ മൈനസ്, എപ്പോഴും മൈനസ് എഴുതുമ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസേ കൊടുക്കാം, നമ്മളറിയാലോ. അപ്പോൾ ഈ 1 കൊടുക്കണം. അപ്പോൾ ഇവിടെ 1/4. ഈ 1 കൊടുത്തു കഴിയുമ്പോൾ -1/2. ഇനി ഇതിനെ നമ്മളെല്ലാം ഈ ബ്രാക്കറ്റ് കിടക്കുന്ന എല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് കൊണ്ടുവരും. നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂ ഒക്കെ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എപ്പോഴും നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി, അത് എപ്പോഴും ബെറ്റർ കേട്ടോ, തെറ്റിപ്പോകാതിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ നോക്കാം. -1/4 ആയി. ഈ മൈനസും പ്ലസ് 1/2 ആയി. ഇത് -1/4 ആയി. ഇത് മൈനസും പ്ലസ് 1/2 ആയി. ഇനി ഇവിടെ നോക്കാം, 16/4 എന്ന് പറഞ്ഞാൽ 4 ആയി. -4/2 എന്ന് പറഞ്ഞാൽ 2 ആയി.
ഇവിടെ -1/4 ആയി. ഈ മൈനസും വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു +1/2 ആയി. ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കുക 1 2 3 കാലായി അല്ലേ. നമുക്ക് 1 and 4 1/4 നമുക്ക് 3 ഉണ്ട്, 3 ഉണ്ട്. ഒരേ സൈനിൽ നോക്കി -1/4 -1/4 -1/4 അപ്പം -3/4 ആയി. ഇനി ഹാഫും 1 ആയി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ഇവിടെ വരുന്ന ഈ ഒരു ഈ കാലങ്ങൾ കൂട്ടിയാണ് നമ്മൾ -3/4 എഴുതിയത്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ 1/2 നമുക്ക് 1 കിട്ടി. 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കിട്ടി. ഇനി ഒരു ഹാഫോടെ നമുക്ക് അവിടെ കിടപ്പുണ്ട്, ഹാഫ് അങ്ങനെ തന്നെ എഴുതി. ഇനി ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ LC എന്ന് പറഞ്ഞാൽ 4 എടുക്കാൻ നമുക്ക് 4 LC കൊടുത്തു. അപ്പോൾ ഇവിടെ -3 വരും. ഇത് 1 + 2 3 കിടക്കുന്നുണ്ട്. അപ്പോൾ 3 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 വരും. ഇപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒക്കെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റർ ഡെസിമൽ ആയിട്ട് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 12 2 എത്ര വരും? 14 വരും. 14 ൽ നിന്ന് 3 പോയാൽ 11 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 11/4 നമുക്കിടെ ആൻസർ വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് എന്താണ് കാൽക്കുലേറ്റർ 1/4 എന്ന് പറഞ്ഞാൽ 0.25 അടിക്കുക, ഇത് 0.5 അടിക്കുക, ഇത് 0.25, ഇത് 0.25, ഇത് 4 - 2 1/4 0.25, ഇത് 0.5. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ തന്നെ നമ്മൾ ചെയ്താൽ മതി. അവിടെ ആൻസർ കിട്ടുന്നത് അവർ കാൽക്കുലേറ്ററിൽ തന്നെ ടീച്ചേഴ്സ് അടിച്ചു നോക്കിക്കോളും. അപ്പോൾ ആൻസർ കറക്റ്റാണ്, നമ്മുടെ മാർക്കൊന്നും പോകത്തില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു നേരത്തെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ വർഷം ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക എല്ലാവരും. താങ്ക് യു. ഇൻ്റഗ്രേഷനിൽ നമുക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 1 - sin x / cos square x dx. നമുക്കറിയാം ഏതൊരു ക്വസ്റ്റ്യനകത്തും a + b / 2 ഫോം ആണെങ്കിൽ അതിനെ a/2 + b/2 ഫോമിലേക്ക് ആദ്യം ഒന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് എങ്ങനെ നമുക്ക് എഴുതാം? 1 / cos square x 1/cos square x - sin x / cos square x dx എന്നാകും. അതായത് ഈ തന്നേക്കണ ക്വസ്റ്റ്യന് നമ്മൾ എപ്പോഴും a + b / 2 ആണെങ്കിൽ a/2 + b/2 വരും. അപ്പോൾ 1/cos square x വരും, പിന്നെ sin x / cos square x വരും നമ്മുടെ ഇക്വേഷനിൽ. ഇനി നമുക്കറിയാം 1/cos square x എപ്പോൾ കണ്ടാലും പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ 1/cos square ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ 1/cos square c² x എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രലായില്ലേ. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ നോക്കേണ്ട ഇതാണ്, നമ്മൾ പഠിച്ച ഫോർമുലയിലേക്ക് അതിനെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇനി ഇവിടെ നോക്കിയാൽ ഇത് 2 രീതിയിൽ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കാം. അപ്പോൾ അതിനേക്കാൾ നമുക്ക് എളുപ്പം ഇന്ന് വീണ്ടും നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഒരു sin x നമ്മൾ ഏത് കൊടുത്തു? cos x കൊടുത്തു. ദെൻ ഇൻറ്റു 1/cos x dx എന്നാക്കി. അതായത് ഈ ഒരു ഫംഗ്ഷനെ ഒരു sin x ഒരു cos x കൊടുക്കണം. പിന്നെ എന്താ 1/cos x എന്ന് എഴുതാം. കാരണം നമ്മൾ ആ ഫംഗ്ഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിന് ഒന്ന് മാറ്റിയെടുത്തു. ഇനി c² x എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കറിയാം ഇൻ്റഗ്രൽ tan x ആണ്. ഇൻ്റഗ്രൽ c² x എന്ന് പറഞ്ഞാൽ tan x വരും. ദെൻ മൈനസ് ഈ sin x /cos x നമുക്ക് tan x എന്ന് കൊടുക്കാം. ഇനി 1/cos x എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു sec x × dx. അതായത് sin x /cos x എന്ന് പറഞ്ഞാൽ tan x, 1/cos x എന്ന് പറഞ്ഞാൽ sec x. അപ്പം ഈ ഇക്വേഷൻ എന്തായി മാറി? ദാറ്റ് ഈസ് ഈക്വൽ ടു tan x. ഇത് sec x × tan x എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ sec x അല്ലേ. sec x + c നമ്മുടെ ആൻസറായി. tan x - sec x + c ആയി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്രോബ്ലത്തിലും കയറി വരുന്ന ഒരു പ്രോബ്ലമാണ് 1 - sin x / cos square x എന്നുള്ളത്. ഇൻ്റഗ്രേഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണിത്. e⁻x × s² + 1/x + 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് ഏത് ഫോർമുലയാണ്? ഇൻ്റഗ്രൽ e⁻x f(x) + f'(x) എന്ന് പറയുന്നത് dx എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. e⁻x × f(x) ആണ്. ഒരു ഫംഗ്ഷനും അതിൻ്റെ തന്നെ ഡെറിവേറ്റീവും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ e⁻x × f(x) + e ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോർമുല അല്ല. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എഴുതി e⁻x എഴുതി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇവിടെ തന്നേക്കുന്നത് ഫോർമുല എന്താ? s+1 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ s+1 വെട്ടാൻ പാകത്തിന് എന്താക്കണം? ഈ ന്യൂമറേറ്റർ ഫംഗ്ഷനെ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതണം. അതിന് നമ്മൾ എന്താ പഠിച്ചേക്കണം? ഇങ്ങനെയുള്ള ഏത് പ്രോബ്ലത്തിലും ഒരു -1 ചേർക്കണം, ഒരു +1 ചേർത്തു. ഓൾറെഡി അവിടെ ഒരു +1 അവിടെ കിടപ്പുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ s+1 ദ ഹോൾ സ്ക്വയർ കൊടുത്തു ഇൻറ്റു dx. അപ്പോൾ കറക്റ്റായിട്ട് പറയാം,
നമ്മൾ ഈ ഡിനോമിനേറ്റർ ഫംഗ്ഷനെ ഒന്ന് ക്യാൻസൽ ചെയ്യണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എസ് സ്ക്വയർ പ്ലസ് 1 ഫോർമുല പഠിച്ചിട്ടില്ല അല്ലേ? അപ്പം എസ് സ്ക്വയർ പ്ലസ് 1 ഫോർമുല പഠിക്കാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അവിടെ എസ് സ്ക്വയർ മൈനസ് 1 വന്നേ പറ്റുള്ളൂ. കാരണം എസ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 നമുക്ക് എഴുതാം. അപ്പം ഇവിടെ നോക്കിയേ, ഒരു -1 നമ്മൾ ചേർത്തു. നമുക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ എന്താണ്, ഒരു +1 ചേർത്തു. ഓൾറെഡി ഒരു +1 അവിടെ കിടപ്പുണ്ട്, അത് അങ്ങനെ തന്നെ അവിടെ എഴുതാം. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതി നോക്കിയാൽ ഇ റൈസ് ടു എക്സ് ആയി. ഈ എസ് സ്ക്വയർ മൈനസ് 1 അങ്ങനെ തന്നെ എഴുതി. ഇവിടെ ഈ 1 + 1 2 എഴുതി. ഇത് ഒറ്റ ഫംഗ്ഷൻ ആയിട്ടും താഴെ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുത്തു. ഇനി ഇതിനെ നമ്മൾ ആദ്യം പറഞ്ഞ അതേ ഫോമിൽ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താവും മക്കളെ, ഇ റൈസ് ടു എക്സ് അങ്ങനെ തന്നെ വന്നു. ഈ എസ് സ്ക്വയർ മൈനസ് 1ഉം എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയറും കൂടെ എഴുതണം. കാരണം എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എസ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇനി 2 ഡിവൈഡഡ് ബൈ ഇതാക്കണം, ഇത് നമ്മുടെ ഡെറിവേറ്റീവ് ആണ്. 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇ റൈസ് ടു എക്സ് ആയി. ഇത് എക്സ് മൈനസ് 1ഉം എസ് പ്ലസ് 1ഉം ആയി. താഴെ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആയി. അവിടെ ബാലൻസ് എന്ത് കിടപ്പുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ തന്നെ അവിടെ നമ്മൾ എഴുതുക. അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് എന്താണ്, ഇ റൈസ് ടു എസ് സ്ക്വയർ മൈനസ് 1നെ എക്സ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 1 ആകും. അപ്പോൾ ഒരു എസ് പ്ലസ് 1ഉം ഈ ഒരു എസ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന് ഒരെണ്ണം വെട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി നോക്കിയേ, ഇ റൈസ് ടു എക്സ് എക്സ് മൈനസ് 1 ബൈ എസ് പ്ലസ് 1 ആയി, പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആയി ഡി എക്സ്. ഇനി നമുക്ക് അറിയാം, നമ്മളങ്ങ് എഴുതിയാൽ മതി, ഇത് എഫ് ഓഫ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ എഫ് ഡാഷ് എക്സ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി, ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും അല്ലേ? നമ്മുടെ ആ ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഏതാ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എസ് പ്ലസ് 1 ആണ്, പ്ലസ് ഇ നമ്മുടെ ആൻസറായി. പക്ഷെ നമ്മൾ എന്താണ്, നമുക്ക് സമയം അനുസരിച്ച് മാർക്കൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതാണെന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കണം. സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ വെറുതെ ആണെങ്കിലും അവിടെ എഴുതി വെക്കണം. പക്ഷേ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടെ ചെയ്തു നോക്കാം നമുക്ക്. ഇപ്പോൾ y ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ എസ് പ്ലസ് 1 ആണെന്ന് വെച്ചോ. ഈ ഡെറിവേറ്റീവ് ഈ കിടക്കുന്ന ഇതിൻ്റെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവാണ് ഈ 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് നോക്കാം. എവിടെയാണ് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുമ്പോൾ ഡിനോമിനേറ്ററിനെ അവിടെ നിർത്തി ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ, അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 1 0 എഴുതേണ്ട ആവശ്യമില്ല, മൈനസ്. പിന്നെ ഈ എക്സ് മൈനസ് 1നെ അവിടെ നിർത്തി ഏതിൻ്റെ ഡെറിവേറ്റീവ്, ഇപ്പുറം കിടക്കണം എസ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇൻറ്റു 1 വരും, ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കൊടുക്കണം. ഓക്കെ, നമ്മൾ കോഷ്യൻ റൂൾ കൊടുക്കുമ്പോൾ താഴെ കിടക്കണതിനെ അവിടെ നിർത്തി മോളിൽ കിടക്കണ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എക്സ് പ്ലസ് 1 അവിടെ നിർത്തി എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 1 വരും. പിന്നെ ഈ എക്സ് മൈനസ് 1നെ അവിടെ നിർത്തി എസ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 1 വരും, ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇവിടെ എസ് പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതി. ഇത് മൈനസ് എക്സ് ആയി, ഇത് എന്ത് വരും, പ്ലസ് 1 ആയി, ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വരും. ഇനി നോക്കിക്കേ നിങ്ങൾ, പ്ലസ് എക്സും മൈനസ് എക്സും ഓപ്പോസിറ്റ് ആണ്, ഒന്ന് പോസിറ്റീവാണ് ഒന്ന് നെഗറ്റീവാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി എന്തുണ്ട് മക്കളെ, നമുക്കിവിടെ 2 വരും, 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ അതേ നോക്കിക്കേ, ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ നമുക്ക് ഇവിടെ കിട്ടിയേക്കണത്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമ്മളത് ജസ്റ്റ് ഒന്ന് എഴുതിയെങ്കിലും വെക്കണം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവായി. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എസ് പ്ലസ് 1 ആണ്. നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് വന്നതനുസരിച്ച് നമ്മൾ ശരിക്കും കണ്ടൻറ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എക്സാമിന്, പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ സേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇപ്പോൾ ക്രിസ്മസിന് വന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ ശരിക്കും ഒരു ബേസിക് കണ്ടൻറ്റ് നന്നായിട്ട് അറിഞ്ഞാൽ നമുക്ക് അത് വെച്ച് ഏത് പ്രോബ്ലവും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലെവൽ 1 വീഡിയോയ്ക്കകത്ത് ലെവൽ 1 വീഡിയോ മാത്രം പഠിച്ചാൽ മതി. അതിനകത്ത് ആ കണ്ടൻറ്റുകൾ ക്ലിയർ ആയിട്ട് ഓരോന്നും ഒരുപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. താങ്ക്